ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്നോളജി ബ്ലോഗിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്ന് പറഞ്ഞത് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് സംഭവം പരിചയപ്പെടുത്തേണ്ടി ഒരു 3 സാധനങ്ങളുണ്ട്. 3 എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം. ഫുള്ള് വീഡിയോ ഫുൾ വേണം. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. ഒക്കെ ഓക്കെയാണ്. എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒരു 3 ഞാൻ പറഞ്ഞുതരാം. അതും ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, കുറച്ചൊക്കെ നേരെ പോലെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നു, ഒക്കെ സെറ്റായിട്ടുള്ള ഒരു 3 ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ബ്ലോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടാണ് 2-3 ആപ്ലിക്കേഷൻസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണാം. നമുക്ക് നേരെ വീഡിയോ പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇതാണ്. ഈ ആപ്ലിക്കേഷന്റെ പേര് CapCut. അപ്പോൾ ഇത് യൂസ് ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് ഇതിൽ അറിയാത്ത കാര്യം നിങ്ങൾ ജസ്റ്റ് പേര് കേട്ടിട്ട് പ്ലേ സ്റ്റോറിൽ ചെന്ന് അടിച്ചിട്ട് നോക്കണ്ട. ഓക്കെ, കാണിച്ചു തരാം. നമ്മൾ കണ്ടിട്ട് ഓക്കെ ഗൈസ്, ഇതാണ് ആപ്ലിക്കേഷന് CapCutter. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് CapCutter ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഈ ഫസ്റ്റ് കാണുന്ന നമ്മളെ പിങ്ക് കളർ ആ സംഭവം വീഡിയോ ഒന്നും എഴുതിയില്ല. പിങ്ക് കളർ സാധനത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഏത് വീഡിയോ ആണോ ആ വീഡിയോ എടുക്കുക. എന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് നോക്കാം. എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടല്ല നമുക്ക് അതിൽ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യാന്നല്ല, നമുക്കിങ്ങനെ ആനിമേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വേണ്ട തീരുന്ന ആനിമേഷൻ, പിന്നെ നമ്മൾ ക്ലാരിറ്റി മാറ്റാം, പിന്നെ അതായത് ക്ലാരിറ്റി അല്ല ഒരു ഇതൊക്കെ മാറ്റാം, പിന്നെ അവിടെ ഹാർട്ടിൻ്റെ ലുക്ക് കൊടുക്കാം, അങ്ങനെ പിന്നെ അതിൻ്റെ ഓരോ ലെവൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി. ഓക്കെ ഗൈസ്, പിന്നെ നമ്മളുള്ളത് വീഡിയോസിൽ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെടുക്കാൻ പറ്റും, നമ്മളെ ഗാലറിയിൽ നിന്നൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇപ്പോൾ നേരത്തെ കണ്ടത് ഇതാണ്, എന്താ വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നമ്മൾ റെഡി ആക്കുമ്പോൾ ഒന്ന് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് 2 ക്ലിപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ താഴത്തെ സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഈ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീഡിയോയുടെ വോയിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ പതുക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് സ്പീഡ് സംസാരിക്കുകയാണെങ്കിൽ പതുക്കെ സംസാരിക്കുക. നോർമൽ സംസാരത്തിന് സ്പീഡ് കൂട്ടുക. അതായത് ടൈം ലാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. ഇപ്പോൾ എന്നെ കുറച്ചിട്ട് സ്ലോ മോഷൻ ആക്കി. ഇനി നമുക്ക് ടൈം ലാപ്പിൽ കാണിച്ചു തരാം. ഇത് ടൈം ലാപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടൈം ലാപ്പിൽ ഓക്കെ യെസ്. അപ്പോൾ ഇതിപ്പോൾ ഇനി ഈ വീഡിയോ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലത്തെ ആ പിങ്ക് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. മേലത്തെ സേവ് ചെയ്ത് പിങ്ക് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ സേവ് ചെയ്യാൻ പറ്റും, റെഡിയാക്കിയ വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത CapCutter നിർത്താം. ഓക്കെ, അടുത്ത ആപ്ലിക്കേഷനിൽ ചെല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആപ്പുകൾ വെച്ചിപ്പെടാം. ഞാൻ ഷർട്ട് വരയ്ക്കുന്നു, അതുങ്ങൾ കരയണം. ഷർട്ടല്ല, ടീഷർട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ CapCutter ആണ്. ഇപ്പം രണ്ടാമത്തെ ആപ്പ് രണ്ടാമത്തെ ആപ്പ് ഇതാണ്. ഇതിൻ്റെ പേര് ഇൻഷോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇതും CapCutterന്റെ പോലെയുള്ള സംഭവം. CapCutൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ അല്ലെങ്കിലും അതിക്കും കുറച്ചുകൂടി കയറി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം, അത് എങ്ങനെ സെറ്റ് ആക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് കാണാം, ഫുള്ള് കാണാം. ഓക്കെ, നമുക്ക് നേരെ അത് കാണാം. ഓക്കെ, ഇതാണ് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ്. അപ്പം നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ അത് അങ്ങനെ ഒരു സാധനം കാണും. അപ്പം 3 ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം, വീഡിയോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അത് ക്ലോസ് ചെയ്ത് കളയുക. അത് നേരെ ക്ലോസ് ബട്ടണിൽ ക്ലോസ് ചെയ്ത് കളയുക. എന്നിട്ട് ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. എന്നിട്ട് ആ പച്ച സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക, പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോ ഏതാ വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആ വീഡിയോ തന്നെ നമ്മൾ സെറ്റാക്കാം. ഓക്കെ, ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ
വീഡിയോ എങ്ങനെയാണ് നിൽക്കണമെന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ എന്താണ് യൂട്യൂബ് മോഡായി, ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ല ഭാര്യയാക്കാനുള്ള മോഡായി സൂം ചെയ്യാനൊക്കെ ഓർക്കാൻ പറ്റും. പിന്നെ ഇത് ഇൻഷോട്ടിൽ നമ്മൾ എന്താ ഹോമിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന രണ്ട് മോഡാണ്. പിന്നെ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീലൊക്കെ കാണുമല്ലോ, അപ്പോൾ റീലിൻ്റെ മോഡാണത്. പിന്നെ അടുത്തതിൻ്റെ അടിയിലുള്ളത് യൂട്യൂബ്. പിന്നെ അങ്ങനെ ഷോർട്ടായിട്ട് വന്ന അതേപോലെ തന്നെ തിരിച്ചങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ കുറച്ച് കുറഞ്ഞു വന്നു, പിന്നെ അങ്ങനെ ഒന്ന് കൂടും, അങ്ങനെ സെറ്റാവും. പിന്നെ ഇനി അടുത്തത് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റണമെന്ന്. മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫസ്റ്റത്തല്ല അതിൻ്റെ അപ്പുറത്ത് ആ വോയിസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തെന്ന് വെച്ചിട്ടാ. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ കേട്ടു. അപ്പൊ അതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ അപ്പുറത്ത് ഏറ്റവും ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ ഗാലറിയിലത്തെ വീഡിയോസിന്റെ സോങ്, പാട്ട്, മ്യൂസിക്, വോയിസ് ഒക്കെ നമ്മളെ ഈ ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. എന്തായിട്ട് വേണ്ടി ടിക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ കാണും. ഇപ്പോൾ കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കേബി ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതൊന്നും പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് അങ്ങോട്ട് കൂടി മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ ഫസ്റ്റിലെ വീഡിയോ സെക്കൻഡ് കിടാം, സെക്കൻഡിലെ വീഡിയോ ഫസ്റ്റ് കിടാനൊക്കെ പറ്റും. പിന്നെ എനിക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടുള്ളൂ, അങ്ങനെ 2 വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ സെറ്റാവും. പിന്നെ അല്ലാതെ ഇമോജി ആഡ് ചെയ്യാനുള്ളതാണ്. ഇമോജി ആഡ് ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോജി ആഡ് ചെയ്യാം. സെക്കൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇമോജി ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. പിന്നെ ആ ഫസ്റ്റ് കാണുന്ന ആ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം എന്താ ഇമോജീസിൻ്റെ വാങ്ങാൻ പറ്റും ആഡ് കണ്ടിട്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇമോജി കാണാൻ പറ്റുന്ന പറഞ്ഞാൽ. അപ്പം ഇനി രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചേർക്കാൻ പറ്റും. ടെസ്റ്റ് നമ്മൾ ചേർക്കാൻ പറ്റും, കാണിച്ചു തരാം. നിൽക്കി ആ T+ നിൽക്കി, എന്നിട്ട് നമുക്ക് എന്താണ് എഴുതാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ എഴുതാം. നമ്മളെ ജസ്റ്റ് സാധനം കാണിച്ചു തരാം. നമ്മളെ സബ്സ്ക്രൈബ് ഞാൻ എഴുതി, നമുക്ക് സബ്സ്ക്രൈബിന് എഴുതാം. നിങ്ങളത് ഇവിടെ താഴെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇവിടെ സബ്സ്ക്രൈബിന് എഴുതാനും പറ്റും. സബ്സ്ക്രൈബ്, ഓക്കെ, സബ്സ്ക്രൈബിന് എഴുതി. ഇനി അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ലൈക്ക് എഴുതാം. നിങ്ങൾക്ക് താഴെ ലൈക്ക് ചെയ്യാനും പറ്റും. നല്ലതല്ലേ? നിങ്ങൾക്ക് താഴെ ലൈക്ക് ചെയ്യാൻ എനിക്കിവിടെ ലൈക്ക് എഴുതാൻ പറ്റും. പിന്നെ അടിയിൽ വേണമെങ്കിൽ ഷെയർന്ന് എഴുതും. ഓക്കെ, മലയാളം മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, ഷെയർ ഞാൻ എഴുതി കാണിച്ചില്ല, ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സബ്സ്ക്രൈബ് എഴുതാം. സബ്സ്ക്രൈബ് ഞാൻ മലയാളം ഓണാക്കിയിട്ടാണ്, മലയാളം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതി കാണിച്ചു തരാം. ഞാൻ സബ്സ്ക്രൈബ് എഴുതി, താഴെ ലൈക്ക് ഒന്ന് എഴുതിയിട്ടുള്ളൂ. എഴുതിട്ട് ലൈക്ക് എഴുതി. ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ അടിയിൽ ഞാൻ ഒരു സാധനം കൂടി എഴുതാൻ പോലെ നേരെ നമുക്ക് എഴുതാം. ഷെയറിനും കൂടി എഴുതാം. ഓക്കെ, ഷെയർ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഇട്ട്, ഫ്രണ്ടിൽ അല്ല ഈ സൈഡിൽ എവിടെയൊക്കെ കുറച്ച് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഓക്കെ, സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആവും. അപ്പം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻഷോട്ട് നമ്മളങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ കാണിച്ചു തന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഓരോന്ന് കാണിച്ചു തരാൻ ടൈമില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഓരോ സംഭവം സെറ്റ് ചെയ്യില്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷോട്ടിന്റെ വീഡിയോ ഞാൻ ഇത്ര കാണിക്കുന്നു. സംഭവം ഞാൻ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ നല്ല ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ശരിയാണ്. നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഓക്കെ, അടുത്തത് നമുക്കറിയാം. അപ്പം നമുക്ക് അടുത്ത ആപ്പ് ഇതാണ്. ഇതിന്റെ പേര് ആപ്പ് തന്നെ എഴുതി കാണിച്ചാ VN നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് VN സെർച്ച് ചെയ്താൽ സംഭവം കിട്ടും. അപ്പോൾ VN സെർച്ച് ചെയ്താൽ സംഭവം കിട്ടും. ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കാൻ അധികം പറയേണ്ട ആവശ്യമില്ല, കാരണം അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഈ 2 സാധനത്തിൽ പറഞ്ഞ സംഭവമാണ് ഈ VN ഉള്ളത്. VN പക്ഷെ ഐക്കും മേലെ, അതായത് ഈ 2 മിക്സ് ആയിട്ടാണ് നമ്മൾ VN കാണിക്കുക. അപ്പോൾ VN ഇത് 2 കൂടെ മിക്സ് ആയ രീതിയിലാണ് VN. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ VN കയറി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ VN പറയുമ്പോൾ നമുക്ക് നേരെ അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലുള്ളതും രണ്ടും അതിലുണ്ടാവും. അപ്പോൾ അതിലുള്ളത് ഇതിൽ കിട്ടും. മനസ്സിലായി? ഇതിനെ കുറിച്ച് പറയാൻ മനസ്സിലാവും.
നിങ്ങൾ കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവും. ഒക്കെ സിമ്പിൾ രീതിയിലാണ് എല്ലാവരും വളരെ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്കത് കിട്ടിയില്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് കുറച്ച് ഞാൻ പറഞ്ഞത്, ബാക്കി നിങ്ങൾ കയറിയാൽ തന്നെ മനസ്സിലാവും. അത് ഞാൻ പോകുന്നില്ല. ഇതാ ഇതിൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അടിയിലൊരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ മേലേക്കാരം ഉണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ താഴെ മേലേക്കാം, നിങ്ങൾ ചിലപ്പോൾ മേലേക്കാരം ഉണ്ടാവും. കാരണം ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ മേലേക്കാരം അല്ലെങ്കിൽ താഴെക്കാരം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ താഴെ അത് പ്ലസ് കൊടുക്കാം. എന്നിട്ട് എന്താ ഏത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണ് വേണ്ടത്, ഇത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. ഇത് വീഡിയോ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഷോട്ട് കരിക്കുന്നത്, അപ്പോൾ നേരത്തെ കാണിച്ച ഇൻഷോട്ട് കരിക്കുന്നത് നിങ്ങൾക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അതായത് അത് നമ്മൾ നേരെ അത് കൊടുത്തിട്ട് അതിന്റെ അപ്പുറത്ത് നമ്മൾ ഏത് വീഡിയോസ് ആണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവും. ചില ഫോണിന്റെ റാമില്ല ഫോണെങ്കിൽ പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അങ്ങനെ വരും. എന്നിട്ട് ഏകദേശം ഇരിക്കുക ഒക്കെ എന്തായാലും സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കാണുന്ന ആ സംഭവം ഒരു സംഭവം ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആരട്ട് കാണിച്ചാൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ആരട്ട് കാണിച്ചാൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, 4K ആണെങ്കിൽ 4K വെക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ ഓട്ടോയിലൊക്കെ സംഭവം കിടക്കുന്നുണ്ടാവും. ഈ ഓട്ടോ കിടക്കുന്നത് ഓട്ടോയിൽ കിടക്കുന്നത് മാനുവലാക്കുക. മാനുവലാക്കിയിട്ട് ഓട്ടോ മോഡിൽ കിടക്കുന്നത് മാനുവലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ നല്ല കുറവായിട്ട് കിടക്കുക, 4K നീക്കാൻ പറ്റും. അത് 4K നീക്കി കൊടുക്കുക. ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അടിയിൽ എക്സ്പോർട്ട് ഉണ്ടാവും. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ക്രീൻ ഒരിക്കലും നിങ്ങൾ മാറ്റിയില്ല. അതായത് നമ്മൾ ഈ സ്ക്രീന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഓൺ ആക്കിയിട്ട് ഒന്നല്ലെങ്കിൽ സ്ക്രീൻ നോക്കണം, അല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് വേറെ എന്തെങ്കിലും കാണും. അപ്പോൾ വേറെ എന്തെങ്കിലും കാണും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഫോണ് ഒരു വാക്ക് വെക്കുക. അല്ലെങ്കിൽ ഈ മൾട്ടി സാധനം പറയുന്നത് അതായത് ഒരു സ്ക്രീനിൽ തന്നെ 2-3 ആപ്പൊക്കെ ഇട്ട് കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അതാകുമ്പോൾ വലിയ പണിയില്ല. അതായത് എല്ലാ റീലോ കണ്ട് കുത്തിരുന്നാൽ മതി, ഇതങ്ങനെ കയറി പോകും. അപ്പോൾ സെറ്റ് ചെയ്തുക. പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത മൊബൈലിലാണെങ്കിൽ ഫോൺ കുറച്ചധികം യൂസ് ചെയ്യില്ല, കുറച്ചൊക്കെ കാണാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് 10 മിനിറ്റ് ചില നല്ല ലെങ്ത് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ നമ്മളെ ഫോൺ നോക്കേണ്ടി വരും. ആ ഫോൺ വെച്ച് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അടിപൊളിയാകും. ഇപ്പോൾ അടിപൊളി ആപ്പാണ്. ഈ പറഞ്ഞ 3 ആപ്പ് ടെസ്റ്റ് ചെയ്താൽ പിന്നെ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതിരിക്കാനായിട്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ചെയ്യാം. ഞാൻ കുറച്ചിട്ട് വീഡിയോസ് ഒന്നുമില്ല, വീണ്ടും എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ വരുമെന്നാണ് ഇടണമെന്നാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ചെയ്യുന്നവരെ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.